ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. അതേപോലെ തന്നെ അടിപൊളിയായി വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്കും കടന്നാലോ അല്ലേ. അങ്ങനെ നമ്മുടെ അനാമിക ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെയെങ്കിലും അനന്തപുരിയിലെ മരുമകളായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കടമൊക്കെ വീട്ടാന്ന് വിചാരിച്ചിരുന്നതാ. അത് ഇയാൾ തകർക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഈ സമയം എല്ലാവരും അന്വേഷിക്കുകയാണ് നയനയും ആദർശമൊക്കെ. എവിടെയും കാണുന്നില്ലല്ലോ നയനെ. എനിക്കാണെങ്കിൽ പേടിയാവുന്നു. അനാമികയ്ക്ക് എന്ത് സംഭവിച്ചു കാണും? എനിക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല. അത് അനാമികയുടെ വീട്ടുകാരറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? എനിക്കും അതാ ആദർശമായിട്ട് സങ്കടം വരുന്നത്. അനി എന്താ ഇങ്ങനെ? അവൻ്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവൻ്റെ ഭാര്യയാകാൻ പോകുന്ന ആളാ അനാമിക. എന്നിട്ടും അവളെ ഇനി നമ്മുടെ അവസ്ഥയാവോ അനിക്കും അനാമികയ്ക്കും? എനിക്കറിയില്ല നയനെ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവും അനാമിക എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ, വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോഴേക്ക് നയനയുടെ കോള് നന്ദുവിൻ്റെ അടുത്ത് വരിക. ഹലോ നന്ദു. എന്താ ചേച്ചി? ഇതുവരെയും അനാമികയെ കാണുന്നില്ല മോളെ. അനാമികയെ കാണാനില്ലെന്നോ? അതേ മോളെ, അനാമിക ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്നാ പറഞ്ഞേ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്ന് ഫ്രണ്ട്സുകളെ കാണണമെന്നും പറഞ്ഞ്. അതെ ചേച്ചി, എന്നെയും കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഞാൻ പോയി കാണണമെന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ നേരം നിൽക്കുകയും ചെയ്തു. ഈശ്വര, അവൾ എവിടെ പോയി എന്നറിയില്ല. മോളൊന്ന് വരുമോ? നമുക്ക് രണ്ടുപേരും കൂടെ ഒന്ന് അന്വേഷിക്കാം. അതിനെന്താ, ഞാൻ വരയേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്ദു പോകാനൊരുങ്ങ. അപ്പോൾ ഗോവിന്ദ്, എവിടേക്കാണ് മോളെ പോകുന്നത്? അച്ഛാ, അത് അനാമികയെ കാണാനില്ലെന്ന്. അനാമികയെ കാണുന്നില്ലെന്നോ? അവളെവിടെ പോകാനാ? അറിയില്ല അച്ഛാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്നാ പറഞ്ഞേ. എവിടെ പോയിന്നറിയില്ല. അവളെ തേടി എങ്ങനെ ഇങ്ങോട്ട് ഗുണ്ടകളുടെ ഇടയത്തേക്കാണോന്നൊന്നും അറിയില്ല. ചേച്ചി എന്നോട് വരാൻ പറഞ്ഞു. അത് കേട്ടതും എന്നാൽ ശരി, പോയിട്ട് വാ മോളെ. അനന്തപുരിക്കാർക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ മുന്നിൽ നിന്ന് ചെയ്ത് സഹായിക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് നാളൊരു കുറ്റമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നന്ദു, എന്നാൽ ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം, സൂക്ഷിക്കണേ. ശരി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു സ്കൂട്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നയനയുടെ അടുത്തേക്ക് നന്ദു ചെന്നു. എന്താ ചേച്ചി? മോളെ, എനിക്കൊരു സ്ഥല സംശയമുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ ചെന്ന് നമുക്ക് അനാമികയെ തേടാം. ചിലപ്പോൾ അനാമിക അവിടെ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ ചേച്ചിയെയും നവ്യേച്ചിയെയും കെട്ടിയിട്ടില്ലായിരുന്ന ഒരു സ്ഥലം അവിടെ. അത് കേട്ടതും അവിടെയോ? അവിടെ അനാമിക ആര് കൊണ്ടുപോകാൻ ചേച്ചി? ഇവിടെ പലരും അനാമികയുടെ കല്യാണം മുടക്കാൻ കാത്തിരിക്കുക. അതായത് എൻ്റെ അപ്പച്ചി എന്ന് പറയുന്ന ആൾ, അതായത് നവ്യേച്ചിയുടെ അമ്മായിയമ്മ. അങ്ങനെയുള്ളപ്പോൾ അവർ തന്നെയായിരിക്കും ഇതിൻ്റെയും പിന്നിൽ. അനാമികയെ തട്ടിക്കൊണ്ടുപോയി ഈ കല്യാണം മുടക്കാമെന്ന് വല്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? അത് ശരിയാ. എന്നാ വാ, പെട്ടെന്ന് വാ മോളെ. അപ്പോൾ ആദർശൻ, അതിനെ നീ എങ്ങോട്ട് പോവുക? ഞാൻ അനാമിക അന്വേഷിക്കാൻ പോവുക. ആദർശേട്ടൻ്റെ വഴിക്ക് അന്വേഷിക്കുക. ഞാനും നന്ദുവും കൂടെ അന്വേഷിക്കാം. എന്നാൽ ശരി എന്നും പറഞ്ഞ് എല്ലാവരും അവരവരുടേതായ വഴിക്ക് അന്വേഷിക്കുക. ഈ സമയം നയനയും നന്ദുവും ചെന്നപ്പോൾ നയനയുടെ സംശയം ശരിയായി. അനാമികയെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. പതുക്കെ നയന അനാമികയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അനാമികയുടെ കയ്യിൽ നിന്നും കെട്ടഴിച്ചു. അതിനുശേഷം നയനയോട് അനാമിക, ചേച്ചിയോ? അതെ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവിടെയാണോ മോളുണ്ടായെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എൻ്റെ ചേച്ചിയെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. ആ ഒരു സംശയത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും മോളിവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക നിൽക്കുമ്പോഴേക്കും ഗുണ്ടകൾ, ഡേ ആരടി നീയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് വരിക. അപ്പോഴേക്കും നന്ദുവിൻ്റെ തകർപ്പൻ അടി. നന്ദുവിൻ്റെ അടി കണ്ട് അനാമികയുടെ കണ്ണ് പുറത്തേക്ക് തള്ളിയെന്ന് അറിയാലോ. ഈശ്വര, ഇതെന്തൊരടിയാ! ഒന്നൊന്നര അടിയാണല്ലോ. അവളെ കരാറ്റയിൽ ബ്ലാക്ക് ബെൽറ്റാ. അനിയെ ഏതാണ്ട് അടിക്കാനും ഇടിക്കാനൊക്കെ പഠിപ്പിക്കുന്നത് നന്ദുവാ. അത് കേട്ടതും അനാമികയ്ക്ക് ഒന്നുകൂടെ കുശും കൂടി. ഇവളെ കണ്ട് 5-6 വർത്താനം പറയണമെന്ന് വിചാരിച്ചതാ. അതിനിടയില ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇനി ഞാൻ വീട്ടുകാരോട് എന്ത് പറയും? അച്ഛനോട് പോയിട്ട് ഓരോന്ന് പറയണം. ദൈവമേ, ആ കടം മേടിച്ച കടം തന്ന ആളെങ്ങാനും വന്നാൽ പണി കിട്ടുമല്ലോ. ഇവരെൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ടെൻഷനും അടിക്കുകയാണ്. ഈ സമയം അവിടെ നന്ദുവിൻ്റെ തകർപ്പനടിയാ. അപ്പോൾ ജാനകിക്കാണെങ്കിൽ പേടിയായി. ഈശ്വര, എൻ്റെ അനാമിക മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എനിക്കൊരു സംശയമുണ്ട് അജയേട്ടാ. എന്താ നിൻ്റെ സംശയം? നന്ദു, അവളെയാണ് എനിക്ക് സംശയം. നന്ദുവിനെ എന്തിനാ സംശയിക്കുന്നേ? അജയേട്ടന് കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. എന്ത് കാര്യങ്ങൾ?
അതെ, അനിയുടെ മുഖം 2-3 ദിവസം മാറിയത് അജയേട്ട ശ്രദ്ധിച്ചായിരുന്നില്ലേ? ശ്രദ്ധിച്ചു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എന്താ? നന്ദു, വേറെ ആരുമല്ല, നന്ദു തന്നെയാ. നന്ദുമോൾ എന്ത് ചെയ്തു? നന്ദുമോൾ മിടുക്കിയല്ലേ, അനിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെയുള്ളപ്പോൾ നന്ദുവിനെ എന്തിനാ ജാനകി നീ കുറ്റം പറയുന്നേ? ഞാൻ നന്ദുവിനെ കുറ്റം പറഞ്ഞൊന്നുമല്ല, അവൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞതാ. അവൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യവും മനുഷ്യന് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ. അവൾ എൻ്റെ മോനെ തട്ടിയെടുക്കാൻ നോക്കുക, എൻ്റെ മോനെ തട്ടിയെടുക്കാൻ. അത് കേട്ടതും എന്തൊക്കെയാടി നീ പറയുന്നേ? അതെ, അവളുടെ 2 ചേച്ചിമാരും ഇവിടെ ഉണ്ടല്ലോ, അതുപോലെ അവൾക്കും ഇങ്ങോട്ട് കയറി വരണം. അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താ ജാനകി, എന്താ ഈ പറയുന്നത്? അതെ അജയേട്ടാ, എന്നോട് ഈ സത്യം തുറന്നു പറഞ്ഞത് അനാമിക മോള. അനിയും നന്ദും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന്. അത് കേട്ടതും സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? അതെ സത്യം അജയേട്ടാ. നന്ദു അങ്ങനത്തെ കുട്ടിയല്ല. നന്ദുവിനെ കുറിച്ച് എനിക്കറിഞ്ഞൂടെ? ഇല്ല, അതിവിടെ പലർക്കും അറിയാം. നയനയ്ക്കും അറിയാം. നയന മനഃപൂർവ്വം അനിയെയും നന്ദുവിനെ ഒന്നിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുമുണ്ട്. അതെന്താ ജാനകി അങ്ങനെ പറഞ്ഞത്? നയനയെന്ന് വെച്ചാൽ നിനക്ക് ജീവനായിരുന്നല്ലോ. ഇപ്പോൾ എന്താ നീ ജാനകി നയനയെ കുറ്റപ്പെടുത്തുന്നേ? അവളങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഈ വീട്ടിൽ അവളെ എല്ലാവരും തള്ളി പറയുമ്പോഴും ഞാൻ അവളെ ചേർത്ത് പിടിക്കുമായിരുന്നു. എന്നിട്ടും അവളെങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരുപാട് സങ്കടമുണ്ട്. എന്താ? എൻ്റെ മോൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവളുടെ അനിയത്തിയുടെ കയ്യിൽ ചായ കൊടുത്തു വിടുക, എന്നിട്ട് എൻ്റെ മോനോട് സംസാരിച്ച് അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക, ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടതും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ. ഒരു കാര്യമുണ്ട്, എന്തായാലും എൻ്റെ അനാമിക മോള് വന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ നന്ദു ആയിരിക്കും. ആ നന്ദുവിന് ഇഷ്ടം പോലെ ഗുണ്ടകളെ അറിയാം. അവളും ഒരു പക്കാ ഗുണ്ടയാ. അതുകൊണ്ട് അവൾ തന്നെയായിരിക്കും അനാമിക മോളെ തട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാരെ വിട്ടത്. അവൾ കാരണമായിരിക്കും അനാമിക മോളെ അവർ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെയൊന്നും ചെയ്യില്ല. അനന്തപുരിയിലെ കല്യാണം മുടക്കിയിട്ട് ആ കുട്ടികൾ അങ്ങനെയുള്ള ദ്രോഹങ്ങളൊന്നും ചെയ്യില്ല ജാനകി. നീ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറയുന്നത് സത്യവും. നിങ്ങൾ കണ്ടോ, ഒരു കാര്യവും കാണാതെ അറിയാതെയും ഞാൻ പറയില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാൻ കണ്ട കാര്യം എനിക്കല്ലേ അറിയൂ. അവർ തമ്മിൽ സംസാരിക്കുന്നതും ഞാൻ കേട്ടത് അജയേട്ടാ. അതുകൊണ്ടാണ് പറയുന്നേ. ഈ സത്യം ഇവിടെ മറ്റാർക്കും അറിയില്ല. നീ ഇപ്പം എന്നോട് പറഞ്ഞതുപോലെ ഇത് വേറെ ആരോടും പറയണ്ട. പ്രത്യേകിച്ച് ചേട്ടനോടും ചേട്ടത്തിയോടും അച്ഛനോടും അമ്മയോടും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഞാനത് അനാമിക മോളോടും പറഞ്ഞിട്ടുണ്ട്. അനന്തപുരിയിൽ ഇനി ഒരു മരുമകൾ വരുന്നുണ്ടെങ്കിൽ അത് വേറെ വീട്ടിൽ നിന്നായിരിക്കണം. അത് നന്ദാവനത്തിൽ നിന്നാവാൻ പാടില്ല. മനസ്സിലായല്ലോ? എനിക്കറിയാം. എന്തായാലും ഈ കല്യാണം ഫിക്സ് ചെയ്തതല്ലേ, 2 ദിവസം കൂടി ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഓണം കഴിഞ്ഞാൽ കല്യാണമായില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എന്നൊക്കെ പറയണം. അത് കേട്ടതും എന്നാലും ടെൻഷനുണ്ട് ചേട്ടാ. അവളുടെ കഴുത്തിൽ എൻ്റെ മോൻ താലി കെട്ടുന്നത് വരെ എനിക്ക് ടെൻഷനാണ്. അറിയാലോ, ആദർശിൻ്റെയും അബിയുടെയൊക്കെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന്. അബി അവളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടോ പോയി. ആദർശിൻ്റെ കല്യാണം ആദർശിന് പോലും അറിയാതെയായിരുന്നു ആദർശിൻ്റെ ഭാര്യ മാറിയത്. എന്ത് ചെയ്യാനാ? അതുപോലെ വല്ല വിധിയും എൻ്റെ മോൻ്റെ തലയിലും തലതിരിഞ്ഞ് വന്നാൽ അത് പാടല്ലേ ചേട്ടാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവിടെ അനാമികയെ തന്നെ മരുമകളായിട്ട് വരും, അതിലൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. ഈ സമയം അനാമികയെ രക്ഷിച്ച് അവർ പുറത്തെത്താണ്. നന്ദു, താങ്ക്സ് നന്ദു എന്നും അനാമിക. സാരമില്ല, എന്നെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം കാത്തു നിന്നതാ. പക്ഷേ നന്ദുവിനെ കണ്ടില്ല. അപ്പം ഞാൻ കരുതി എന്നെ വിളിച്ചിട്ട് കളിയാക്കിയതായിരിക്കും. നന്ദുവിന് എന്നെ കാണാൻ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ. പക്ഷേ പിന്നീട് ചേച്ചി വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നന്ദുവിനെ കാണാനില്ലാത്ത വിവരം. അല്ല, അവരൊക്കെ ആരാ അനാമിക? അവരൊക്കെ എന്തിനാ അനാമിക തട്ടിക്കൊണ്ടുപോയത്? എനിക്കറിയില്ല ആരാന്ന്. എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നതെന്നും എനിക്കറിയില്ല. ഞാനും നന്ദുവിനെ കാണാനും കാത്തു നിന്നോണ്ടിരുന്നതാ. ആ സമയത്ത് എന്നെ പിന്നീ കൂടെ വന്ന് വായ പൊത്തിപ്പിടിച്ച് തട്ടിക്കൊണ്ട് പോവുമായിരുന്നു കാറിൽ കയറ്റി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാനാകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. അല്ലെങ്കിലും ഈ ചെലവന്മാർക്കൊരു കാര്യമുണ്ട്. പണമുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ട് പോകുന്ന പരിപാടി. അങ്ങനെ വല്ലതും ചെയ്തായിരിക്കും. സാരമില്ല, ഇനിയെങ്കിലും ഒറ്റയ്ക്ക് എവിടെ ഇറങ്ങി നടക്കണ്ട. ശരി നയന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പിരിയാന്നാൽ ശരി മോള് വീട്ടിലേക്ക് ചെല്ല്. ഇല്ല ഞങ്ങളും കൂടെ വരണോ? സാരമില്ല, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക കാറിൽ കയറി പോവുകയാണ്. ഈ സമയം നന്ദുവും നയനയും കൂടെ പോവുക. താങ്ക്സ് ഡി നന്ദു, നീ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല. എൻ്റെ മോള്, എൻ്റെ പൊന്നു മോള് അനന്തപുരിയുടെ മാനം കാത്തു. അനന്തപുരിയിലെ കല്യാണ പെണ്ണിനെ കാണാനില്ല. അനന്തപുരിയിലെ കല്യാണ പെണ്ണ് എവിടെ പോയി? അനന്തപുരിയിലെ കല്യാണ പെണ്ണ് വേറെ കാമുകനോട് ഓടിപ്പോയോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നതിന് മുമ്പ് തന്നെ അനാമികയെ കണ്ടുപിടിച്ച് ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ച് മുളച്ചെന്നല്ലോ. സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്
നമ്മുടെ നയന സന്തോഷത്തോടെ തിരിച്ച് അനന്തപുരിയിലേക്ക് പോവുക. ഈ സമയം അനാമിക വീട്ടിലെത്തിയതും അനാമികയുടെ അച്ഛനും അമ്മയും എവിടെയായിരുന്നട ഇത്രയും നേരം? മനുഷ്യനെ തീ തീറ്റിച്ച് കളഞ്ഞല്ലോ. ഒന്നും പറയണ്ട, അച്ഛനെല്ലാവരുടെ നിന്നും കടം മേടിച്ചു കൂട്ടിയിട്ട് അനുഭവിക്കുന്നത് മുഴുവനും ഞാനാ. അത് കേട്ടതും എന്താ മോളെ, എന്തു പറ്റി? വേറെ ആരുമല്ല, അവനെ എന്നെ പിടിച്ചുകൊണ്ട് പോയത്. അച്ഛൻ ലക്ഷങ്ങൾ കൊടുക്കാനുള്ള അയാൾ. അവനോ? അതെ, പൈസ കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 101 പവൻ തന്ന് എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ട്, എന്നാൽ അവൻ്റെ കടം വീട്ടാൻ പൈസയില്ലാന്ന്. കല്യാണം കഴിഞ്ഞാൽ ഉടനെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. എന്നിട്ട് മോളെ ആരെ രക്ഷിച്ചത്? വേറെ ആര്? ആ നന്ദു. എൻ്റെ ശത്രുവായ അവളോട് എനിക്കിന്ന് താങ്ക്സ് പറയേണ്ടി വന്നു. വേറെ വഴിയില്ല, എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനാ. മോളെ, ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അനന്തപുരിക്കാരെ മുറുക്കെ പിടിച്ചോളാൻ പറഞ്ഞത്. കാരണം അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച നമ്മുടെ കടങ്ങൾ മുഴുവനും പാതി മുക്കാലും വീടിയതുപോലെയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ നമ്മളോടൊപ്പം വേണമെന്ന്. വേണ്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട. എനിക്കറിയാം എല്ലാം എന്ത് ചെയ്യണമെന്ന്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനും കൂടെ പേടിയാവുന്നു. അനിയെ കല്യാണം കഴിക്കണമെന്ന് ഒറ്റക്കാലിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ കടമാണ്. കടം തലയിലുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ വരുമ്പോൾ മരിക്കേണ്ടി വരും. മരിക്കാതെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അനിയെ കല്യാണം കഴിച്ച് നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാന്ന് കരുതിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്തു ചെയ്യും? ഭാഗ്യത്തിന് നയനയും നന്ദുവും അയാളെ കണ്ടില്ല. അവനെ കണ്ടിരുന്നെങ്കിൽ അച്ഛൻ്റെ ചരിത്രം മുഴുവനും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അനന്തപുരിയുടെ മരുമകളല്ല, ഒരു വീടിൻ്റെ മരുമകളാകാൻ എനിക്ക് പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനാമിക ആകെ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവുക. ഈ സമയം ഇനി എന്ത് ചെയ്യും ചേട്ടാ? എനിക്കറിയില്ല. ദൈവമേ, എങ്ങനെയെങ്കിലും അവൻ്റെ കടം കൊടുത്തില്ലെങ്കിൽ കല്യാണത്തിന് അവൻ പ്രശ്നം ഉണ്ടാക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. സമയം നയന വീട്ടിൽ തിരിച്ചെത്തിയതും ആദർശ് വിളിക്കുക. ഹലോ നയനെ. എന്താ ആദർശേട്ടാ? എന്തായി? അനാമികയെ കിട്ടി. ആദർശേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞ് തന്നെ പോയി. ആണോ? എവിടെയായിരുന്നു അവൾ? ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാ. ഗുണ്ടകളോ? അതെ ആദർശേട്ടാ, അതവിടെ ആരോടും പറയണ്ട. അവിടെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. ഞാൻ ആരോടും പറയുന്നില്ല. എന്നിട്ട് എന്തായി മോളെ? എന്താവാൻ? ഞങ്ങൾ നന്ദുവിനെയും കൂട്ടിയാണ് പോയത്. നന്ദുവിന് നന്നായിട്ട് ഇടിക്കാൻ അറിയാവുന്നതുകൊണ്ട് അവന്മാരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് അനാമികയെ രക്ഷിച്ചു. അവരാരാന്നുമല്ലോ? ഒരറിവുമില്ല ആദർശേട്ടാ. ആരാന്ന് അനാമികയ്ക്കും അറിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സാരില്ല, നവ്യയും ഇതുപോലെ തട്ടിക്കൊണ്ട് പോയതല്ലേ മോളെ, ചിലപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കും. അതെ, അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ജാനകി അനാമിക വിളിക്കുകയാണ്. ഹലോ ആൻറ്റി. പറ മോളെ എവിടെയായിരുന്നു? അമ്മ ആൻറ്റി എന്തോരം വിഷമിച്ചു എന്നറിയാമോ? അത് പിന്നെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. ഞാനേ പുറത്തു പോയതാ നന്ദുവിനെ കാണാൻ. അപ്പോഴേക്കും ആരാ എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എൻ്റെ പിന്നീന്ന് തട്ടിക്കൊണ്ട് പോകുമായിരുന്നു അമ്മേ എന്നൊക്കെ പറയണേ. ഈശ്വര, മോള് പുറത്തുനിന്ന് ഇറങ്ങി നടക്കണ്ട. അനന്തപുരിയിലെ മരുമകളാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിലും പണമുള്ള പെൺകുട്ടികളെ കണ്ട ചിലവന്മാർക്കൊരിതുണ്ടാവും. അവരെ പിടിച്ചുകൊണ്ട് വന്നാൽ എത്ര രൂപ പണം വേണമെങ്കിലും കിട്ടുമെന്ന്. ഞാൻ ആകെ പേടിച്ചു പോയി മോളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ മുതൽ നെഞ്ചിടിപ്പ് കൂടി വരികയായിരുന്നു. ഇപ്പം സമാധാനമായി, മോളെ കിട്ടിയല്ലോ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ശ്വാസം ഒന്ന് നേരെ വിടുക. അപ്പം അജയൻ, ഇപ്പം എന്തായി ജാനകി? നീ ഇത്രയും നേരം ആ നന്ദുവിനെ കുറ്റപ്പെടുത്തുമായിരുന്നില്ലേ? ഇന്ന് ആ നന്ദുവാണ് അനാമിക മോളെ രക്ഷിച്ചതെന്ന് അനാമിക തന്നെ പറഞ്ഞല്ലോ. ഇപ്പം എന്തായി? അതെ, കാര്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത്. നന്ദുവിന് അനിയെ ഇഷ്ടമാണെങ്കിൽ അനാമികയെ കാണാതായത് നല്ല കാര്യമൊന്നും പറഞ്ഞ് അവൾ സന്തോഷിച്ച് മാറി നിൽക്കുമായിരുന്നില്ലേ? വേണ്ട ചേട്ടാ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കണ്ട. അനാമികയെ കാണാതായ വിവരം അറിഞ്ഞത് നന്ദു നയനയും. അതെങ്ങനെ അവരറിഞ്ഞു? അവരെങ്ങനെ അവിടെ എത്തി കൃത്യമായി അനാമികയെ രക്ഷിച്ചു? നന്ദുവിനെ കൊണ്ടുപോയി അനാമികയെ രക്ഷിക്കണമെന്ന് നയനയ്ക്ക് എങ്ങനെ തോന്നി? അതിൻ്റെ കാരണം എന്താ? ഇവിടെ ആണുങ്ങളൊന്നുമില്ലേ? ആദർശിനെയും കൂട്ടി നയനയ്ക്ക് പോകാമായിരുന്നല്ലോ. അതൊക്കെ കേട്ടതും അജയന് വീണ്ടും ടെൻഷനായി. ഈശ്വര, ഇവള് പോകുന്നത് വേറെ റൂട്ടിലേക്കാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്താ പറയുക? പറ ആദർശേട്ടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നന്ദുവിനെ രക്ഷിക്കണമെങ്കിൽ നന്ദു അനാമികയെ രക്ഷിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവോ? ഇനി അങ്ങനെ രക്ഷിച്ചപ്പോൾ സഹതാപ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചു കാണും. അല്ലാതെ ഒന്നുമില്ല. എനിക്കിനി അവരോട് സിമ്പതി സ്നേഹമൊന്നും തോന്നില്ല അജയേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത്. പാവം, ഒന്നും അറിയാതെ സങ്കടപ്പെട്ടു ഇരിക്കുകയാണ്. കാരണം അനിയെ ഒരുപാട് ഒരുപാട്. പക്ഷേ അനിയുമായിട്ടുള്ള നന്ദുവിൻ്റെ കല്യാണം നടക്കില്ലല്ലോ. അനാമിക വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ അനാമികയുടെ കള്ളത്തരവും
കടം വീട്ടാനാണ് അനിയെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് അനന്തപുരിയുടെ മരുമകളാകാൻ പോകുന്നതെന്നും പിന്നെ അനാമിക അനന്തപുരിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അനന്തപുരി തറവാട്ടുകാർക്ക് വലിയ തലവേദനയാകുമെന്നൊന്നും അറിയാതെയാണ് അനന്തപുരിക്കാർ അനാമികയുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.